കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പോലും പോലീസ് പുല്ല് വിലയാണ് കൽപ്പിക്കുന്നത്. എന്തൊരു അഹങ്കാരമാണ് ഈ പോലീസ് കാണിക്കുന്നത്. ഈ പുറത്തു വരുന്ന വിവരങ്ങൾ കറക്റ്റാണെങ്കിൽ വെറും അഹങ്കാരമാണ് പോലീസ് കാണിക്കുന്നത്. ചാവക്കാട് ഒരു പള്ളിയിൽ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ആഘോഷമാണ് ഈ പോലീസുകാർ തടഞ്ഞത്. കരോൾ ഗാനം നടത്താൻ വേണ്ടി സാധിക്കില്ല എന്നൊക്കെ പറയുന്നു. സുരേഷ് ഗോപിയുടെ ഇടപെടൽ ഉടൻ വന്നു. പക്ഷേ സുരേഷ് ഗോപിയോട് സംസാരിക്കാൻ പോലീസുകാർ തയ്യാറല്ല. എന്താണിത്? വിശദമായിട്ട് പറയാം. അതായത് വിശ്വന്ത് പരിഷത്തുകാർ കരോൾ ഗാനത്തെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് പ്രശ്നമാണ്. അവരത് ചെയ്യാൻ പാടില്ല, അത് വേറെ കാര്യം. പക്ഷേ പോലീസുകാർ, നിയമം നടപ്പാക്കേണ്ട പോലീസുകാർ, ഈ വിശ്വന്ത് പരിഷത്തുകാർക്കെതിരെ കേസെടുക്കാം, അവരെ അറസ്റ്റ് ചെയ്യാം, നിയമ നടപടിയൊക്കെ സ്വീകരിക്കാം, അതിന് സാധിക്കും. നമ്മുടെ രാജ്യത്ത് നിയമമുണ്ട്. പക്ഷേ ഈ പോലീസുകാർ ചെയ്യുന്ന ഈ കാര്യത്തിന് എന്ത് ചെയ്യും? അവർ നിയമം നടപ്പാക്കേണ്ടവരാണ്. അവർ നിയമം ലംഘിക്കാൻ കൂട്ടുനിന്നാലോ? ഇത് ചാവക്കാട് പാലയൂർ സെൻറ് തോമസ് ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഒരു ക്രിസ്ത്യൻ വിശ്വാസികൾ, തീർത്ഥാടകർ പോകുന്ന ഒരു പള്ളിയാണത്. അവിടെ ഈ ക്രിസ്മസ് ആഘോഷം പോലീസ് അലങ്കോലമാക്കിയെന്ന് തന്നെ പറയാം ചുരുക്കത്തിൽ. അതായത് അവിടെ കെട്ടിവെച്ചിരിക്കുന്ന സ്റ്റാറൊക്കെ തൂക്കിയെടുത്ത് എറിയും. അവിടെ പള്ളിയിലെ അച്ഛനെയും മറ്റുമൊക്കെ പുരോഹിതനെയൊക്കെ ഭീഷണിപ്പെടുത്തി. അത് നമ്മുടെ എന്താ പറയണ്ടേ, ഞാനത് വിശദമായിട്ട് പറയാം. അതിനു മുമ്പ് ആദ്യം പറയേണ്ട കാര്യം, പോലീസ് അവിടെ ഒരു കരോൾ ഗാനം, പള്ളിമുറ്റത്ത് ഒരു വേദി ഒരുക്കിയിട്ട് അവിടെ കരോൾ ഗാനം അവതരിപ്പിക്കാൻ തീരുമാനിച്ചു, ഈ ട്രസ്റ്റികളെല്ലാവരും കൂടെ ചേർന്ന്. അപ്പം അത് മുൻകൂർ അനുമതി, ഈ സൗണ്ട് പ്രശ്നമുണ്ട്, അപ്പം ഇത് മറ്റേ മൈക്ക് പ്രവർത്തിപ്പിക്കാൻ മുൻകൂർ അനുമതി വാങ്ങിയില്ല എന്ന് പറഞ്ഞാണ് പോലീസ് ഇവിടെ വന്ന് SIയുടെ നേതൃത്വത്തിൽ ഇത് തടഞ്ഞത്. അപ്പോൾ അവർക്ക് ഉച്ചഭാഷണിക്ക് അനുമതി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാണ് ഈ ചാവക്കാട് SI വിജിത്ത് ൻ്റെ നേതൃത്വത്തിൽ പോലീസ് എത്തിയതും ഇവരെ തടസ്സപ്പെടുത്തിയതും. അവിടെ പിന്നെ മോശമായി പെരുമാറി എന്നൊക്കെ പറഞ്ഞ് ഇവർ പരാതി കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ഒരുപക്ഷെ കേസ് ബലക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാം പോലീസിനെ. എന്നാലും ഈ ക്രിസ്മസ് അല്ലേ, കരോൾ ഗാനമല്ലേ പാടുന്നത്, അവിടെ മുദ്രാവാക്യമൊന്നുമല്ലല്ലോ വിളിക്കുന്നത്, സംഘർഷമൊന്നുമില്ലല്ലോ. പോലീസിന് അപ്പം തന്നെ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ ചെയ്ത് പൂർത്തിയാക്കി അവർക്ക് അതിനുള്ള അനുമതി കൊടുക്കാമായിരുന്നു. അതിന് പകരം പോലീസ് അവിടെ അത് തടസ്സപ്പെടുത്തി വലിയ ബഹളം ഉണ്ടാക്കി. അപ്പോൾ അവിടെ വിശ്വാസികളെല്ലാം കൂടെ എന്ത് ചെയ്തു, അവരവിടുത്തെ MLA വിളിച്ചില്ല, അവരവിടെ നേരെ MP-യെ വിളിച്ചു. കാരണം MP സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഇടപെട്ടാൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകും എന്ന് വിചാരിച്ച് അവർ സുരേഷ് ഗോപിയെ വിളിച്ചു. സുരേഷ് ഗോപി വിവരം അറിഞ്ഞ ഉടനെ ഈ ഫോണ് വിളിച്ച ആളിൻ്റെ അടുത്ത് പറഞ്ഞു, ദയവായിട്ട് ആ ഫോൺ SIക്ക് കൊടുക്കും, ഞാൻ അദ്ദേഹത്തോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ SI പറഞ്ഞു, എനിക്ക് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല, MP-യോട് സംസാരിക്കാൻ ഞാനില്ല. അങ്ങനെ അയാൾ സംസാരിച്ചില്ല. ഒരു ജനപ്രതിനിധിയല്ലേ, മെമ്പർ ഓഫ് പാർലമെൻ്റ് അല്ലേ, അത്ര ഒരു ധിക്കാരം ആ കാര്യത്തിൽ ആവശ്യമില്ലല്ലോ. പോലീസിന് കുറച്ചുകൂടെ മാന്യമായിട്ട് പെരുമാറാം. അപ്പോൾ ഇത് രസം എന്താണെന്ന് വെച്ചാൽ, അതിനകത്തുള്ള ഗൗരവം എന്താണെന്ന് വെച്ചാൽ, മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ആ പള്ളിയിൽ അന്നത്തെ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ വരാനിരിക്കുകയാണ്. അദ്ദേഹം വരുന്നതിന് കുറച്ച് മുമ്പാണ്, അല്പം മുമ്പാണ് പോലീസിൻ്റെ ഈ വരട്ടലും ഭീഷണിയൊക്കെ. 9 മണിക്ക് കരോൾ ഗാനം ആരംഭിക്കുമായിരുന്നു. അത് വലിയ രീതിയിൽ അതെല്ലാം തടസ്സപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ പള്ളി ട്രസ്റ്റി അംഗങ്ങളെല്ലാം കൂടെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതിയൊക്കെ കൊടുത്തിരിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന വിവരം. ഇത് പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ കരോൾ ഗാനം മുടങ്ങുന്നത്. അങ്ങനെ കരോൾ ഗാനം മുടങ്ങിയതിൽ അവിടെ വലിയ പ്രതിഷേധമുണ്ട്. അവർ സുരേഷ് ഗോപിയെ വിളിച്ച് വലിയ രീതിയിൽ പരാതി പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി വിഷയത്തിൽ ഇടപെടും, കൂടുതൽ തുടർ നടപടിക്കായിട്ട് ഇടപെടും എന്നാണ് കിട്ടുന്ന വിവരം. കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടില്ല. പാലയൂർ പള്ളിയാണ് ചാവക്കാട്, സെൻറ് തോമസ്. എന്തായാലും പോലീസ് ജനമൈത്രി പോലീസാണ്, അല്ലാതെ ജനശത്രു പോലീസല്ല. ക്രിസ്മസാണ്, ഓണം, ക്രിസ്മസ്, വിഷു, റംസാൻ, ദീപാവലി, ഇതിങ്ങനെയുള്ള ആഘോഷങ്ങളിൽ മനുഷ്യർ ഒത്തുകൂടുകയും അവിടെ അവർ കലാപരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ പതിവാണ്. ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല, ആണോ? അതെ. പ്രായഭേദമന്യേ ആൾക്കാർ പങ്കെടുക്കും. സ്ത്രീകൾ, കുട്ടികൾ, പുരുഷന്മാർ, വയസ്സായവർ, ചെറുപ്പക്കാർ എല്ലാവരും വരും. അതും ഈ ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രി എന്ന് പറയുമ്പോൾ അതിന് എന്താ പറയുക, ഗൗരവം കൂടുകയാണ്. അതും അവർ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് കരോൾ ഗാനം പാടുക. ഈ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവത്തിന് ഗാനമേള കേൾക്കാറുണ്ട് അല്ലേ? പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ഇത്തരം ചില ചെറിയ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. മുസ്ലിം പള്ളി അവരുടെ പെരുന്നാളിനൊക്കെ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അനുമതി വാങ്ങണം. അവർ അനുമതി വാങ്ങാതെയാണ് ഇത് ചെയ്തത് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ അവർ അനുമതിക്ക് അപേക്ഷിച്ചിരിക്കാം, അത് സമയത്തിന് കിട്ടിക്കാണൂല. അപ്പോൾ അവിടെയുള്ള ലോക്കലായിട്ടുള്ള പ്രാദേശിക നേതാക്കളും അനുമതി അവർ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ
പോലീസിന് ഫൈൻ ഈടാക്കുകയും ഫൈൻ വേണം. ഈടാക്കാം. ഇതൊന്നും അതിനെ ഗുരുതരമായ കുറ്റമല്ല. രമ്യമായിട്ട് പരിഹരിക്കാമായിരുന്നു. അതെ, ഒരു ഗുരുതരമായ നിയമലംഘനമൊന്നുമല്ല. പക്ഷേ പോലീസിന് അത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് സംസാരിച്ചിട്ട് അതിനുള്ള എന്താണെന്ന് വെച്ചാൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അവർക്കത് കൊടുക്കാമായിരുന്നു. ക്രിസ്മസിൻ്റെ തലേന്നല്ലേ. അല്ലാതെ ഇത് അവരെ എല്ലാ ദിവസവും അവിടെ ഉച്ചഭാഷണി വെച്ച് അന്തരീക്ഷ മലിനീകരണമൊന്നും സൃഷ്ടിക്കുന്നില്ലല്ലോ. ഇതൊരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ളൊരു സമയത്ത് പോലീസ് വളരെ നിരുത്തരവാദപരമായിട്ട് പെരുമാറുക എന്ന് പറയുന്നത് കഷ്ടമാണ്. കുറേ വിശ്വാസികളെയും ആഘോഷിക്കാൻ വന്ന മനുഷ്യരുടെയും ഒക്കെ അവരെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു പ്രവൃത്തിയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞത്, ജനമൈത്രി പോലീസാണ്, ജനങ്ങളുടെ ശത്രുവല്ല പോലീസ്. ആ ഒരു വിചാരം പോലീസിനും ഉണ്ടാകണം. ഇത് പക്ഷേ എനിക്കതിനകത്ത് മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, സുരേഷ് ഗോപിയോട് എന്താ ഇത്ര വിരോധം? എനിക്കത് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിച്ച ആളല്ലേ, അല്ലേ? അത് അല്ലാതെ നേരെ പാർലമെന്റിനകത്തേക്ക് മറ്റേ വിമാനത്തിൽ നിന്ന് പാരച്യൂട്ടിൽ നിന്ന് ഇറങ്ങിയ ആളൊന്നും അല്ലല്ലോ. പക്ഷേ പോലീസിന്റെ ചിന്ത ഇതായിരിക്കും, ഞാൻ എൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യും, ഒരാളുടെയും സ്വാധീനത്തിന് മുമ്പിൽ ഞാൻ മുട്ടുമടക്കില്ല, ഇങ്ങനെയൊക്കെ പോലീസ് ചിന്തിച്ചു കാണും. അല്ലേ, എന്ത് ചിന്തിച്ചാലും അതൊക്കെ ആയിക്കോട്ടെ, മുട്ടൊന്നും മടക്കണ്ട. ജനപ്രതിനിധി വിളിക്കുമ്പോൾ ആ ഫോണിലൊന്ന് സംസാരിക്കുന്നതിന് എന്താ കുഴപ്പം? അതിലെന്താ തെറ്റ്? അതെന്ത് മുട്ടുമടക്കലാണ്? അതൊരു മുട്ടുമടക്കലൊന്നും അല്ലല്ലോ. ഒരു ജനപ്രതിനിധിയല്ലേ വിളിക്കുന്നത്, അതും ഒരു വലിയ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയാണ്, അദ്ദേഹം ജയിച്ച ആളാണ്. മാത്രമല്ല അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും മന്ത്രിമാരെ നമ്മൾ ബഹുമാനിക്കണം. അത് സംസ്ഥാന മന്ത്രിമാരാണെങ്കിലും ശരി, കേന്ദ്രമന്ത്രിമാരാണെങ്കിലും ശരി, അവർക്ക് അർഹിക്കുന്ന ഗൗരവം കൊടുക്കണം, അവർക്ക് അർഹിക്കുന്ന ആദരവ് കൊടുക്കണം. അതിന് പകരം പോലീസ് ഞാൻ ഫോൺ എടുക്കത്തില്ല, അതുപോലെ പോലീസ് നമ്മൾ സംസാരിക്കാം, ഇങ്ങനെ കേന്ദ്രമന്ത്രിയാണ്, MP ആണ്, ഒന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞ് ആ ട്രസ്റ്റി അംഗങ്ങൾ ഫോണുമായിട്ട് വരുമ്പോൾ എനിക്ക് സൗകര്യമില്ല എന്ന് പറയുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഭൂഷണമല്ല. തീർച്ചയായിട്ടും അദ്ദേഹം ഇതിന് ആൻസറബിളാണ്, ഉത്തരം പറയേണ്ടതാണ് അദ്ദേഹം. എന്തുകൊണ്ട് സംസാരിച്ചില്ല? അതിപ്പോൾ എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി അതത്ര ഗൗരവമായിട്ടൊക്കെ എടുത്ത് ഇനി വലിയ നടപടികളിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അവർ പരാതിയുമായിട്ട് ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. പൊതുവേ കേരളത്തിലെ പോലീസുകാർക്ക് സുരേഷ് ഗോപിയെ പോലെയുള്ള അല്ലെങ്കിൽ ജോർജ് കുര്യനെ പോലെയുള്ളവരോട് ഒരു വലിയ ഒരു എന്താ പറയണ്ടേ, ഒരു പെരുമാറ്റത്തിൽ ഒരു ചിറ്റമ്മ നയമുണ്ട്. അതായത് ഇനി ഇവരോട് കുറച്ച് ആദരവ് കൂടുതൽ കാണിച്ച് അവരോട് കുറച്ച് മയത്തിൽ പെരുമാറിയാൽ, സംസ്ഥാന പോലീസാണ്, ഇതിനെ ഭരിക്കുന്നത് നമ്മുടെ പിണറായി വിജയനാണ്, അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമോ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വികാരം അവരെ ഭരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്നാൽ പിന്നെ ഞാൻ ഒത്തിരി ആ ഒരു രീതിയിൽ തന്നെ ഞാനും അങ്ങ് പെരുമാറിയേക്കാം എന്നുള്ളൊരു നയം സ്വീകരിച്ചതാകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇത് കേരള പോലീസിന് നല്ലതല്ല. ഇത് കേരള പോലീസിന് എന്താ പറയുക, ചീത്തപ്പേരുണ്ടാക്കുകയുള്ളൂ. നോക്കൂ, ഇന്ന് പഴയ കാലമൊന്നുമല്ല, ആണോ? അല്ല. സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ്. ഇതെല്ലാം എത്ര പേര് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും അവിടെ നിൽക്കുന്ന വിശ്വാസികളായ ആൾക്കാർ, അല്ലേ? അത് ശരിയാണ്, അത് കൃത്യമാണ്. അതായത് ഒരു പോലീസിൻ്റെ ഒരു എന്താ പറയുക, വളരെ കരുതലോടെയുള്ള ഒരു പെരുമാറ്റം ഇവിടെ സംഭവിക്കേണ്ടിയിരുന്നു. അതല്ല ഉണ്ടായത്. ഇപ്പം തന്നെ ഇത് വലിയ വാർത്തയായി. നമുക്കറിയാം, പൂരം കലക്കൽ പോലുള്ള വലിയ സംഭവങ്ങളൊക്കെ പോലീസിന്റെ വീഴ്ചയായിട്ട് ഇതിനിപ്പോ കരോൾ കലക്കൽ കമ്മീഷണറിന്റെ കരോൾ കലക്കൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. കഷ്ടമാണ്. അപ്പം ഈ ഒരു ഉദാഹരണങ്ങളൊക്കെ മുൻപ് ഉണ്ടായെന്നിരിക്കെ വീണ്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പുതിയ കാലത്ത് ഒരിക്കലും ചേർന്നതല്ല. ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ വ്യാപകമായിട്ട് ആളുകൾ ഉപയോഗിച്ചു. ചെറിയ സംഭവങ്ങളൊക്കെ ഷഡേ എന്ന് പറഞ്ഞിട്ട് വൈറലാവുന്ന കാലമാണ്. അപ്പം ജാഗ്രത കുറവ് ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്തായാലും ഈ കാര്യത്തിൽ ഉന്നത അന്വേഷണം വല്ലതും നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. അവർ പരാതിയുമായിട്ട് വിശ്വാസികൾ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ ഇനി എന്താണ് നടപടി സ്വീകരിക്കുക, നിലപാട് സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല. അദ്ദേഹം എന്തായാലും ഇത്തരം ചെറിയ കാര്യങ്ങളുടെ പുറകെ പോകുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കേന്ദ്രമന്ത്രിമാരെയും ജനപ്രതിനിധികളെയും അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അവർക്ക് ആ പരിഗണന കൊടുക്കണം. അല്ലാതെ അവരോട് ധാർഷ്ട്യം കാണിക്കുകയും അവരോട് മോശമായിട്ട് പെരുമാറുകയും ചെയ്യുന്നത് കേരളത്തിന് നല്ലതല്ല. എന്തായാലും നമുക്ക് മനസ്സിലാവുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ടല്ല ഇപ്പം ഉണ്ടാകുന്നത്. അതായത് മറ്റു പല സ്ഥലങ്ങളിലും, ഇപ്പം തിരുവല്ലയിൽ, പത്തനംതിട്ട, അവിടെ കരോൾ ഗാന സംഘത്തിനെതിരെ രാത്രി
ഒരു ഏതാനും 10 ആളുകൾ കൂടി അവരെ തല്ലുകയും മരക്കഷ്ണൊക്കെ എടുത്ത് അടിക്കുകയൊക്കെ ഒക്കെ ചെയ്യുന്ന അത് സംഭവം കേസായിട്ടുണ്ട്. ഒരാളെന്തോ അറസ്റ്റിലായിട്ടുണ്ട്. ഒരാൾ അത് ഈ പള്ളിയിൽ പോയിട്ട് മടങ്ങി വന്നവരെയാണ് ആക്രമിച്ചത്. അവരുടെ തന്നെ ആൾക്കാരാകാനാണ് സാധ്യതയെന്ന് പറയുന്നു. നമുക്ക് വിശദാംശങ്ങൾ അറിയില്ല. റിപ്പോർട്ടുകൾ അതെ അതെ, അതെന്തോ കാറിന്റെ ലൈറ്റ് അടിച്ചതുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം. ക്രിസ്മസ് ആഘോഷങ്ങൾ ആഘോഷിക്കുന്നതിൽ ആർക്കൊക്കെയോ എവിടേക്കോ ചെറിയ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. ജർമ്മനിയിലൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതെ അതെ. എന്തായാലും നമുക്ക് ഒരു നല്ല ക്രിസ്മസ് ദിനത്തിൽ ഇത്തരം പ്രവൃത്തികൾ പാടില്ല എന്ന് മാത്രമേ നമുക്ക് ഇവരോടെല്ലാം പറയാനുള്ളൂ. പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം നടത്തി മുതിർന്ന ഉദ്യോഗസ്ഥർ, ഉയർന്ന ഉദ്യോഗസ്ഥർ വേണ്ട നടപടി സ്വീകരിക്കട്ടെ. കുറ്റക്കാരെ കണ്ടെത്തി അതിന് വേണ്ടുന്ന വകുപ്പ് തല നടപടി സ്വീകരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.